പുണ്യവാനായ ദൈവത്തിൻ്റെ വചനം, മഹാനായ യേശു ത്യാഗത്തിൻ്റെ പ്രതീകം. അവിടെ നന്മയും തമ്മിലുള്ളൊരു മത്സരമായിരുന്നു. യേശു ദൈവത്തിൽ നിന്നുള്ള വചനമാണെന്ന് അംഗീകരിക്കാതെ യേശു തന്നെ നിലകൊണ്ട ദൈവവിശ്വാസത്തിൻ്റെ പാതയിലുള്ള മനുഷ്യർ അദ്ദേഹത്തെ കൊല ചെയ്യാൻ ശ്രമിക്കുന്നു. അവരും നന്മയായിരുന്നു, ഇവരും നന്മയായിരുന്നു. നന്മയും തമ്മിലുള്ള മത്സരം. ഒരേ വിശ്വാസികൾ, ഒരേ ആദർശത്തിലുള്ളവർ. പക്ഷേ യേശുവിനെ ക്രൂശിലേറ്റാൻ വേണ്ടി അവർ വിധിക്കുന്നു. ക്വാണ്ടം ഫിസിക്കൽ ജീവിത ശൂന്യത എന്ന ജീവനെ, യേശുവിൻ്റെ ജീവനെ കാരുണ്യവാനായ ദൈവം ജീവനിലേക്ക് തന്നെ ഉയർത്തുന്നു. മരണത്തിൽ വിട്ടുകൊടുക്കില്ല എന്ന് ഒരുപാട് വിശ്വാസികൾ വിശ്വസിച്ചു. പ്രിയ ദൈവപാതയിലുള്ള ഒരു കൂട്ടം വിശ്വാസികൾ യേശുവിനെ 3-ാം നാൾ ഉയർത്തെൽപ്പിച്ചു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു കൂട്ടം യേശുവിനെ അതേ ദിവസം ഉയർത്തെഴുന്നേൽപ്പിച്ചു, മരണത്തിന് വിട്ടുകൊടുത്തില്ല എന്ന് വിശ്വസിക്കുന്നു. അതേ വിശ്വാസത്തിൻ്റെ പാതയിലുള്ള മറ്റൊരു കൂട്ടം യേശുവിൽ വിശ്വസിക്കാതെ അതിന് മുമ്പുള്ള മറ്റ് പ്രവാചകരെല്ലാം വിശ്വസിച്ച് ഇന്നും അതേ പാതയിൽ നിലനിൽക്കുന്നു. ദയയും കാരുണ്യവും സത്യവും നിറഞ്ഞ ഒരു ജീവിതം നയിക്കാൻ പ്രേരിപ്പിച്ച മഹാനായ ദൈവവചനം. ഈസ്റ്റർ നമ്മെ ഓർപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. അന്ധകാരത്തിന് മുകളിൽ വെളിച്ചം ചെയ്യുക. ഒരു പക്ഷേ ഞാൻ പറയും, ആ അന്ധകാരം അവിടെ ഒരു വെളിച്ചം തന്നെയായിരുന്നു. താൻ ഇഷ്ടപ്പെട്ട പ്രവാചകനപ്പുറത്തേക്ക് മറ്റൊരാൾ വരണ്ട എന്നുള്ള ഒരു സെൽഫിഷ്നെസ്. മോശെ എന്ന് പറയുന്ന പ്രവാചകൻ മതി, ഇനി മറ്റൊരാൾ വേണ്ട എന്നുള്ള ഒരു സെൽഫിഷ്നെസ് ആയിരിക്കാം അന്നത്തെ ദൈവസമൂഹത്തിന്. ഇന്ന് യഹൂദർ എന്ന് പറയുമെങ്കിലും ദൈവസമൂഹത്തിന് ഇങ്ങനെ പറയാൻ പ്രേരിപ്പിച്ചത്. അന്ധകാരത്തിനും ആ അന്ധകാരം ഒരു അന്ധമായിട്ടുള്ള അന്ധമായിട്ടുള്ളൊരു ഭക്തി, ഒരു സ്വാർത്ഥത ക്രിയേറ്റ് ചെയ്തതാണ്. അവിടെ വിശ്വാസവും തമ്മിലാണ് മത്സരമുണ്ടായത്. നിരാശയ്ക്ക് മുമ്പിൽ പ്രത്യാശയുടെ വിജയമാണ്. ദേഷ്യത്തിന് മുമ്പിൽ സ്നേഹത്തിൻ്റെ വിജയമാണ്. മനുഷ്യൻ പലപ്പോഴും സത്യം തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ് സത്യം. പക്ഷെ സത്യം എന്നും നിത്യമാണ്. നന്മയും നീതിയും ഇവയെ ഉയർത്തിപ്പിടിച്ചവരാണ് യഥാർത്ഥ വിജയികൾ. നാം മതഭേദങ്ങൾക്കപ്പുറം മനുഷ്യ സ്നേഹം ആഘോഷിക്കുക. നാം പരസ്പരം ബഹുമാനിക്കുക, മനസ്സിലാക്കുക. നാം സമ്മാനത്തിനും സൗഹൃദത്തിനും വേണ്ടി കൈകോർക്കുക. എല്ലാവർക്കും 1000 ഈസ്റ്റർ ദിനാശംസകൾ. ദൈവത്തിൻ്റെ അനുഗ്രഹവും സമാധാനവും സന്തോഷവും നമ്മുടെ ജീവിതത്തിൽ നിറയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ദൈവവചനം, യേശുവിൻ്റെ ജീവിത പാഠങ്ങൾ നമ്മുടെ ഹൃദയത്തെ സ്പർശിച്ച് ആ കാരുണ്യമായ ജീവിതം, ആ ജീവൻ്റെ സ്പന്ദനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ തുടിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മുടെ ജീവനായി, ജീവിതമായി യേശുവിൻ്റെ വചനങ്ങൾ ഇന്നും ജീവനോടെ നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഹാപ്പി ഈസ്റ്റർ. എല്ലാ പ്രതിസന്ധികൾക്കുമിടയിൽ ഇന്നലെ ആ ഒരു സന്തോഷ വാർത്ത വന്നു. നിനക്ക് തരാനുള്ള പണം ഞാൻ ഘട്ടം ഘട്ടമായി തന്നു തീർക്കാൻ പോവുകയാണ് എന്നുള്ള സന്തോഷ വാർത്ത. മനസ്സിന് വളരെ കുളിർമ നൽകിയ സന്തോഷം, വളരെ ആശ്വസിച്ചൊരു സന്തോഷം. ഞാൻ കാരണം വാങ്ങിക്കൊടുത്തവർക്കും ആ ഒരു സന്തോഷ വാർത്ത ഞാൻ അറിയിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരാണ്. ആ പ്രിയപ്പെട്ടവരുടെ അടുത്ത് നിന്ന് ഞാൻ മുഖേനയാണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയും എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ എൻ്റെ സാഹചര്യത്തോളം ഞാൻ കൊടുക്കാനുള്ള ഒരു വ്യക്തിക്ക് പോലും പണം സമയാസമയത്ത് കൊടുക്കാതിരുന്നിട്ടുമില്ല. ഒരു 5 പൈസ പോലും അതിൽ നിന്ന് ഞാൻ അന്യായമായി ഭക്ഷിച്ചിട്ടുമില്ല. കൊടുക്കാനുള്ളവർക്ക് പണം കയ്യിൽ കിട്ടുന്ന നിമിഷം അവർ പറയുന്ന ഡേറ്റിന് മുമ്പേ കൊടുക്കുന്ന ശീലമാണുള്ളത്. ആ സന്തോഷ വാർത്ത വന്നു.
വളരെ സന്തോഷിച്ച നിമിഷങ്ങൾ. അങ്ങനെ ഏപ്രിൽ തൊട്ടെല്ലാം സെറ്റാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ഏപ്രിലും കടന്നു വന്നു. ആ വാക്ക് പൂർത്തീകരിക്കപ്പെടേണ്ട സമയമാണ്. അതിൽ ചില കാര്യങ്ങൾ എനിക്കിപ്പോൾ നഷ്ടപ്പെടുന്ന ബാധ്യതകളാണ്, അത് ഇപ്പോൾ തന്നെ തീർക്കാമെന്നും പറഞ്ഞു. എന്നോട് സന്തോഷത്തോടെ പിന്നെയും പറഞ്ഞു, എടാ ഈ മാസം ഒരുപാട് പ്രശ്നങ്ങളാണ്, യുദ്ധം തീർക്കുന്ന അലിയടികൾ ഒരുപാട് മനുഷ്യരെ ബാധിച്ചിട്ടുണ്ട്. നമ്മൾ വെറുതെ പറഞ്ഞിരുന്നിട്ട് കാര്യമല്ല, ബാധിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ മാസം തരാൻ പറ്റില്ലടാ, അടുത്ത മാസം വീണ്ടും കാത്തിരിപ്പിൻ്റെ നിമിഷങ്ങൾ, കാത്തിരിപ്പിൻ്റെ അസ്വസ്ഥതകൾ. സ്വസ്ഥതകൾ അസ്വസ്ഥതകളായി മാറുന്നത് ഈ നീട്ടിവെപ്പലുകളാണ്. നമുക്ക് പണം തന്ന വ്യക്തികളെ അവരുടെ ബാധ്യത തീർക്കലായിരിക്കണം നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി. അതെന്ത് തന്നെ സ്വത്ത് വിറ്റിട്ടാണെങ്കിലും നമ്മളത് വിറ്റിട്ടാണെങ്കിലും ആ മനുഷ്യരുടെ ബാധ്യത തീർക്കാത്തിടത്തോളം കാലം നമുക്ക് സ്വസ്ഥത അനുഭവിക്കാൻ പറ്റില്ല. ഇനി അടുത്ത മാസം കടന്നു വരും, വീണ്ടും അയാൾ എക്സ്ക്യൂസുകളുമായി വരുമോ എന്നുള്ള ആശങ്കയാണ്. ആ പ്രതീക്ഷകളും പ്രത്യാശകളും അത് വീണ്ടും അസ്തമിക്കുമോ എന്നുള്ള ആശങ്കയാണ്. ഈ ആശങ്കകളൊക്കെ അസ്വസ്ഥതകൾ ക്രിയേറ്റ് ചെയ്യും. വേണ്ട, സന്തോഷത്തോടെ കാത്തിരിക്കാം. എന്തോ പ്രതിസന്ധി അലയടിച്ചത് കൊണ്ടാണല്ലോ എൻ്റെ പണം കറക്റ്റ് ചെയ്യാതിരിക്കുന്നത്. അത് ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട് ആ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളിലേക്ക് ഞാൻ നീങ്ങുകയാണ്.